തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്നത് ഗായിക ഉഷ ഉതുപ്പിന് പത്മഭൂഷൺ പുരസ്കാരം. ഈ പത്മ പുരസ്കാരങ്ങൾ 132 പേർക്കുണ്ട്. ആ ലിസ്റ്റിൽ ഓരോരുത്തരെയായി കൂടുതൽ ആളുകളുടെ പേരുകൾ വരുന്നുണ്ട്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, ഇന്ത്യയിലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ പാട്ടുകാരി പത്മ പുരസ്കാരത്തിന് അർഹയാകുന്നു. മലയാളത്തിനും ഏറെ പ്രിയപ്പെട്ട ഗായിക അല്ലേ? തീർച്ചയായും ഗോകുല്, മലയാളികൾക്ക് മലയാളി എന്ന് തന്നെ പറയാവുന്ന, പകുതി മലയാളി എന്ന് പറയാവുന്ന ഉഷ ഉതുപ്പിന് പത്മ വിഭൂഷൺ പുരസ്കാരം ത്തിന് അർഹയായിരിക്കുന്നു എന്നുള്ളതാണ്. ഒട്ടേറെ പേർ, സുപരിചിതരായ ഒട്ടേറെ പേർ സമീപകാലത്ത് മലയാളികളെ സംബന്ധിച്ചിടത്തോളവും പത്മ പുരസ്കാരങ്ങൾ 8 പത്മ പുരസ്കാരങ്ങൾ ഇത്തവണ കേരളത്തിലേക്ക് മലയാളികൾക്കായി എത്തുന്നു എന്നുള്ളതും അഭിമാനകരമാണ്. പത്മശ്രീ പുരസ്കാരം കേരളത്തിൽ നിന്നും 6 പേർക്കും പത്മഭൂഷൺ പുരസ്കാരം കേരളത്തിൽ നിന്നുള്ള 2 പേർക്കുമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. എം ഫാത്തിമ ബീവി, ഒപ്പം തന്നെ രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചപ്പോൾ പത്മശ്രീ പുരസ്കാരം സത്യനാരായണ ബലേരി എന്ന നെൽ കർഷകന് ലഭിച്ചിരിക്കുന്നു. കാസർഗോഡ് സ്വദേശിയാണ് അദ്ദേഹം. മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു പുരസ്കാര നേട്ടം കൂടിയാണ് ഇത്തവണത്തേത്. ഒപ്പം തന്നെ ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് വിദ്യാഭ്യാസം, ഒപ്പം തന്നെ ലിറ്ററേച്ചർ സാഹിത്യം എന്നീ മേഖലകളിലായാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നാരായണൻ EP എന്ന കണ്ണൂർ സ്വദേശിയായ തെയ്യം കലാകാരൻ, അദ്ദേഹം അൺസങ് ഹീറോ വിഭാഗത്തിൽ ആണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പേര് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് കൂടാതെ ബൽറാം, ഇപ്പോൾ ഗായിക ഉഷ ഉതുപ്പ് നമ്മളോട് ഒപ്പം ചേരുകയാണ്. ആദ്യമേ തന്നെ 24-ന് അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റ്സ് മാം. ഈ ഘട്ടത്തിൽ ഈ ഒരു അവാർഡ് നേട്ടം രാജ്യത്തെ തന്നെ പരമോന്നത ബഹുമതികളിലൊന്ന് തേടിയെത്തുമ്പോൾ എന്താണ് പ്രതികരണം? Thank you so much to all of you that you've given me your Ashirvadam and blessings. Etra varsha kanaka I've been singing, and it's all because of all your blessings that I am where I am today. I really thank my audiences and, of course, our government for recognizing my work. Karanam, the kind of work, the kind of singer that I am, with not a classical singer or not only a playback singer, but a singer with a mission. Yeah. So I'm really, really grateful to all of you. Thank you, ma'am. On behalf of 24, we express our gratitude and happiness. Thank you. Thank you so much. I'm really excited. Thank you and humbled. ഗായിക ഉഷ ഉതുപ്പാണ് പത്മഭൂഷൺ നേട്ടത്തിൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെ തൻ്റെ വർഷങ്ങൾ നീണ്ട സംഗീത ജീവിതത്തിൽ ലഭിച്ച അംഗീകാരമായാണ് പത്മഭൂഷൺ പുരസ്കാരത്തെ ഗായിക ഉഷ ഉതുപ്പ് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ആ നേട്ടത്തെ അത്ര സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. തൻ്റെ പാട്ടിനെ സ്വീകരിച്ച എല്ലാവർക്കും നന്ദി പറയുക കൂടി ചെയ്യുന്നു ഉഷ ഉതുപ്പ്. 24-നാണ് പ്രതികരിച്ചത് ഇപ്പോൾ ഉഷ ഉതുപ്പ്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, അങ്ങനെ ഒട്ടേറെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നിരവധി പേരുണ്ട് രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള ആളുകൾ. പ്രമുഖ BJP നേതാക്കളൊക്കെ, വെങ്കയ്യ നായിഡു ആയാലും കേരളത്തിൽ നിന്ന് രാജഗോപാൽ, അങ്ങനെ ചിരപരിചിതമായ അല്ലെങ്കിൽ നമുക്കേറെ പരിചിതരായ സിനിമാ താരങ്ങളും ഒക്കെ ഇത്തവണത്തെ ഈ പത്മ പുരസ്കാര പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ പേർ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് 8 പേർക്ക് പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു നേട്ടം തന്നെയാണ്. പത്മശ്രീ പുരസ്കാരം 6 പേർക്ക് ലഭിച്ചിരിക്കുന്നു. അതിൽ മുനി നാരായണ പ്രസാദ് സാഹിത്യം, ഒപ്പം തന്നെ വിദ്യാഭ്യാസം എന്നീ മേഖലകളിലായാണ് അദ്ദേഹത്തിന് പുരസ്കാരം നേട്ടം ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടാതെ ഇതേ മേഖലകളിൽ വിദ്യാഭ്യാസം, സാഹിത്യം എന്നീ മേഖലകളിലാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിക്കും പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. കൂടാതെ സദനം ബാലകൃഷ്ണൻ, കഥകളി ഗുരുവായ സദനം ബാലകൃഷ്ണനും പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ കലാ സാംസ്കാരിക മേഖലകളെ സംബന്ധിച്ചിടത്തോളവും ഏറെ അഭിമാനകരമായ ഒട്ടേറെ പേർക്ക്, സുപരിചിതമായ ഒട്ടേറെ പേരും ഇത്തവണ ഉൾപ്പെട്ടിരിക്കുന്നു. അൺസങ് ഹീറോ വിഭാഗത്തിൽ സ്വന്തം മേഖലയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുകയും എന്നാൽ പ്രശസ്തരല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 3 പേർ അടക്കം അത്തരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഏറെ അഭിമാനകരമാണ്. സിനിമാ മേഖലയിൽ നിന്നും ഒട്ടേറെ പേർക്ക് പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു.
ഇത്തവണ പുരസ്കാരത്തിന് എല്ലാ മേഖലകളിൽ നിന്നും, പ്രത്യേകിച്ച് വടക്കേ കിഴക്കൻ മേഖലയിൽ നിന്നും ഒട്ടേറെ പേർക്ക് പുരസ്കാരം ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് സുപരിചിതമായ ഒട്ടേറെ സിനിമാ മേഖലയിൽ നിന്നുള്ള നടന്മാർക്ക്, ഒപ്പം തന്നെ ഗായകർ, നർത്തകർ ഉൾപ്പെടെയുള്ളവർക്കും പുരസ്കാരത്തിന് ഇത്തവണ അർഹത നേടിയിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം 6 പേർക്ക് പത്മശ്രീ പുരസ്കാരം, ഒപ്പം തന്നെ 2 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിരിക്കുന്നു. എം ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ എന്നിവർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഗൂഗിൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്യുന്നുണ്ട്, വൈജയന്തിമാലയ്ക്ക് ഈ പുരസ്കാരം പത്മവിഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത്. വൈജയന്തിമാലയ്ക്കും ഒപ്പം ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പതക് സാമൂഹ്യ പ്രവർത്തകൻ, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയാണ് കിട്ടുന്നത്. ബീഹാറിൽ നിന്നുള്ള ബിന്ദേശ്വർ പതക്, ഒപ്പം പത്മ സുബ്രഹ്മണ്യം തമിഴ്നാട്ടിൽ നിന്നുള്ള കലാമേഖലയിലെ സംഭാവനകൾക്ക് പത്മ സുബ്രഹ്മണ്യത്തിനും, അങ്ങനെ 5 പേർക്കാണ്. അതിൽ ഈ ബിന്ദേശ്വർ പതക്കിനാണ് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിക്കുന്നത്. മറ്റ് 17 പേർ പത്മഭൂഷൺ പുരസ്കാരത്തിനും അർഹരാകുന്നു. അങ്ങനെ നീണ്ട ഒരു നിര തന്നെയുണ്ട് പത്മശ്രീ പുരസ്കാര ജേതാക്കൾ. അങ്ങനെ പത്മ പുരസ്കാരങ്ങൾ വരുമ്പോൾ 8 പേർ മലയാളത്തിൽ നിന്ന്, അത് കേരളത്തിനും ഏറെ അഭിമാനകരമാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ, കലാ, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ, കലാകാരന്മാർ, പാരമ്പര്യ കലാകാരന്മാർ, ഒപ്പം കർഷകരുണ്ട്, അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തകരും എഴുത്തുകാരുമുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് മലയാളത്തെയും കേരളത്തെയും തേടിയെത്തുന്ന പുരസ്കാരം. അതിൽ തന്നെ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. അത് ഈ അടുത്ത നമ്മെ വിട്ടുപിരിഞ്ഞ പ്രതിഭയാണ്. അവർക്കും ഈ പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നു. അങ്ങനെ പാതിമലയാളിയായ ഉഷ ഉതുപ്പാണ് അല്പം മുമ്പ് നമ്മളോട് ആ സന്തോഷം പങ്കുവച്ചത്. ഒ രാജഗോപാൽ തൻ്റെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ ജീവിതത്തിനുള്ള അംഗീകാരമായി ഈ പുരസ്കാരത്തെ കണക്കാക്കുന്നു എന്നാണ് 24-നോട് പ്രതികരിച്ചത്. ഒപ്പം വെങ്കയ്യ നായിഡു ഉണ്ട്. അങ്ങനെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, ചിരഞ്ജീവിയെ പോലെയുള്ള സിനിമാ താരങ്ങൾ, അങ്ങനെ വിപുലമായൊരു പട്ടിക, 132 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പത്മ പുരസ്കാരങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. രാജ്യത്തെ തന്നെ പരമോന്നതമായ ബഹുമതികൾ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ഒപ്പം പത്മശ്രീ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബൽറാം, ഏതായാലും കേരളത്തിൽ നിന്നുള്ള ആളുകൾ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ്. രാഷ്ട്രീയ മേഖലയിൽ നിന്ന് മാത്രമല്ല, ഒപ്പം കലാമേഖലകളിൽ നിന്നാണെങ്കിലും പാരമ്പര്യ കലാകാരന്മാരെ കൂടി അൺസങ് ഹീറോസ് എന്ന വിഭാഗത്തിൽ തന്നെ ഈ തെയ്യം കലാകാരന്മാരെയും ഇ പി നാരായണനെ പോലുള്ള ആളുകളെയൊക്കെ പരിഗണിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഗോകുൽ, ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിന് സമാനമായി തന്നെ അൺസങ് ഹീറോ എന്ന വിഭാഗത്തിൽ ഉണ്ടായ പുരസ്കാര നേട്ടം ഏറെ ശ്രദ്ധേയമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമാണ്. കല, പാരമ്പര്യ കല, ഒപ്പം തന്നെ കൃഷി എന്നീ 3 മേഖലകളിലായാണ് കേരളത്തിൽ നിന്നുള്ള 3 പേർക്ക് ഈ അൺസങ് ഹീറോ വിഭാഗത്തിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തെയ്യം കലാകാരൻ ഉൾപ്പെടുന്നു, ഒപ്പം തന്നെ കഥകളി ഗുരു ഉൾപ്പെടുന്നു, നെൽ കർഷകനും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും 6 പേർക്കാണ് ഇത്തവണ പത്മശ്രീ പുരസ്കാരം. സദനം കഥകളി ഗുരു സദനം ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ അച്ഛൻ തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അടക്കമുള്ള ആളുകൾക്ക്, ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മുനി നാരായണ പ്രസാദ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു. നാരായണൻ ഇ പി, തെയ്യം കലാകാരനായ നാരായണൻ ഇ പി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു. കൂടാതെയാണ് ചിത്രൻ നമ്പൂതിരിപ്പാട്, സാഹിത്യം, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെയാണ് കാർഷിക മേഖലയിൽ നിന്നും കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണ ബലേരി പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. പത്മഭൂഷൺ പുരസ്കാരത്തിന് കേരളത്തിന്റെ 2 പേർ, ഒ രാജഗോപാൽ, ഒപ്പം തന്നെ എം ഫാത്തിമ ബീവി മരണാനന്തര ബഹുമതിയായാണ് ഫാത്തിമ ബീവിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് സുപരിചിതനായ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈജയന്തിമാല, ചിരഞ്ജീവി എന്നിവർ അടക്കം, കൂടാതെ പത്മ സുബ്രഹ്മണ്യം എന്നിവർക്ക് അടക്കമാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നിരവധി പേർ, മിഥുൻ ചക്രവർത്തി പശ്ചിമ ബംഗാളിൽ നിന്നാണ്, മലയാളികൾക്കെങ്കിൽ പോലും സുപരിചിതനാണ്, താരം എന്ന നിലയിൽ ഏറെ സുപരിചിതനാണ് അദ്ദേഹം. ഉഷ ഉതുപ്പ് നേരത്തെ നമ്മളോട് സംസാരിച്ചു. ഉഷ ഉതുപ്പിനും പശ്ചിമ ബംഗാളിൽ നിന്ന് തന്നെയാണ്, എങ്കിൽ പോലും മലയാളികൾക്ക് സുപരിചിതയാണ് ഉഷ ഉതുപ്പ്.
ഇത്തരത്തിൽ നിരവധി പേർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. സ്വന്തം മേഖലയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച കലാകാരന്മാർ, സാമൂഹിക പ്രവർത്തകർ, ഒപ്പം തന്നെ കർഷകർ, മറ്റ് മേഖലകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെയാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്നും വ്യവസായ മേഖലയിൽ നിന്നും ഉൾപ്പെടെയുള്ളവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മലയാളത്തിൽ നിന്നും വിദ്യാഭ്യാസം, സാഹിത്യ മേഖലകളിൽ നിന്നും കല, അനുഷ്ഠാന കല, കൃഷി എന്നീ മേഖലകളിൽ നിന്നായാണ് 8 പുരസ്കാരങ്ങൾ. ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിന്നും രാജഗോപാലിനും പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇത്തവണ വലിയ നേട്ടം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗൂഗിൾ തീർച്ചയായും ഏതായാലും മലയാളികൾക്ക് 8 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത്. ഏറെ അഭിമാനകരമായ നേട്ടമാണ്. അതിൽ വിവിധ മേഖലയിൽ നിന്നുള്ളവരുണ്ട് എന്നതും ഏറെ സന്തോഷകരമായ വാർത്തയാണ്. ഈ മണിക്കൂറിൽ വരുന്നത് ചെറിയൊരിടവേള.